ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ JCA പരീക്ഷ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് PYQs നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാങ്കിങ്ങിൻ്റെ ആണ്. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഒന്ന്, ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ എന്താണ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മളെ ബാങ്കിങ്ങിന്റെ ഹിസ്റ്ററി നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, അതേപോലെ ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മേർജിങ് ദ 3 പ്രസിഡൻഷ്യൽ ബാങ്ക്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിൽ നമ്മൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ? നോക്കിയേ, 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്. 1 ശരി, 1 മാത്രമാണ് ശരി, 2 മാത്രമാണ് ശരി. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇംപീരിയൽ ബാങ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മേർജിങ് ദി 3 പ്രസിഡൻഷ്യൽ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇംപീരിയൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ എന്താണ് നമുക്കറിയാം? 3 തരത്തിലുള്ള പ്രസിഡൻഷ്യൽ ബാങ്ക് ചേർന്നുകൊണ്ടാണ് എന്തുണ്ടായത്? ഇംപീരിയൽ ബാങ്ക് ഉണ്ടായത് അല്ലെ? നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് ഇവിടെ? D ആണ്. അതായത് രണ്ടാമത്തത് മാത്രമാണ് ഇവിടെ എന്ത് ശരിയായിട്ട് വരുന്നത് അല്ലെ? രണ്ടാമത്തത് മാത്രമാണ് ഇവിടെ എന്ത് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. മാച്ച് ദി ഇക്വിറ്റി പ്രൊപ്പോർഷൻ ഓഫ് RRB. RRBയുടെ ഇക്വിറ്റി പ്രൊപ്പോർഷൻ നോക്കാൻ വേണ്ടിയിട്ട് പറയാം. നോക്കിയേ, സെൻട്രൽ ഗവൺമെന്റ് 35 ആണോ, സ്റ്റേറ്റ് ഗവൺമെന്റ് 50, സ്പോൺസർ ബാങ്ക് 15. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം അവിടെ RRB റീജിയണൽ റൂറൽ ബാങ്ക് 3 എണ്ണം അല്ലെ? 3 തരത്തിലാണ് എന്ത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലെ? അത് ഏതൊക്കെയാണ്? സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ്, സ്പോൺസർ ബാങ്ക് ആണ്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? അതിന്റെ പെർസെന്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും പ്രോപ്പർ ആയുള്ള പെർസെന്റേജ് അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം 50, 35, 15 അതിന്റെ പ്രൊപ്പോർഷൻ നമുക്കറിയാം. പക്ഷെ അത് ഏതിനൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി പറ്റണം. നോക്കാം നമുക്ക് ഇവിടെ ഏതാന്നുള്ളത്. അതെ, ഏതാണ്? B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എത്രയാണ്? 50% വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് എത്രയാണ്? 15%. സ്പോൺസർ ബാങ്ക് എത്രയാണ്? 35%. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്? ഇവിടെ B ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഏതാണ്? B ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. B. ഓക്കെ, അടുത്തൊരു ചോദ്യം. വാട്ട് വാസ് റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി 1 റിഗാർഡിംഗ് ദ റേറ്റ് ഓഫ് SLR ആൻഡ് CRR? അതായത് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ബാങ്കിങ് സ്ട്രക്ചറിൽ തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു അല്ലെ? ഒന്നാമത്തെയും രണ്ടാമത്തെയും. അവിടെ ഫിനാൻഷ്യൽ ഏരിയ, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ ഫിനാൻസിന്റെ ഏരിയയിലുള്ള മാറ്റങ്ങൾ, അതേപോലെ ബാങ്കിങ് സെക്ടേഴ്സിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ എന്തുണ്ട് വലിയ 2 മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നരസിംഹം കമ്മിറ്റിക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നരസിംഹം കമ്മിറ്റി 1 ആണ്. അത് ഏത് മാറ്റ? SLR-ഉം CRR-ഉം അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ക്യാഷ് റിസർവ് റേഷ്യോയുമായി ബന്ധപ്പെട്ട എന്തായിരുന്നു പ്രധാനപ്പെട്ട മാറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയ മക്കളെ, 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിക്ക് ചെയ്ത് എഴുതേണ്ടത്. നോക്കാം നമുക്ക്. യെസ്, ഏതാണ്? C ആണ് വരുന്നത്. നോക്കി, ഏതാണ്? ടു റെഡ്യൂസ് ബോത്ത് സോ ദാറ്റ് ടു ഇംപ്രൂവ് ദി റിസോഴ്സ് ബേസ്ഡ് ഓഫ് ബാങ്ക് അല്ലെ? എന്താണ് അവിടെ ഇത്തരത്തിൽ ഇത് രണ്ടും, അതായത് CRR-ഉം SLR-ഉം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കുറച്ച് കുറയ്ക്കണം. അത്തരത്തിൽ വളരെ കൂടുതലായിരുന്നു, അത് കുറച്ചുകൊണ്ട് നമ്മളെ ബാങ്കിങ് എന്ത് ചെയ്യണം? റിസോഴ്സ് ബേസ്ഡ് ആയുള്ള ബാങ്ക് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം എന്നായിരുന്നു അവിടെ നരസിംഹം കമ്മിറ്റി 1-ന്റെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇത്തരത്തിലുള്ള ഈ JC അല്ലെങ്കിൽ കേസ് കാർഡ് പോലുള്ള ബാങ്കിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്ക് പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് സംശയം ഉണ്ടാവും അല്ലെ? എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പഠിക്കുക? ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അസേർഷൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്ന് എങ്ങനെ ഉത്തരം എഴുതാം എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മളെ മുന്നിലുണ്ടാവും അല്ലെ? അപ്പൊ ഈ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടിയിട്ട് നമ്മളെ ചിക്കുമോൻ സാറ് ഈ വരുന്ന ഡിസംബർ 12 വൈകിട്ട് 7 മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഡൗട്ട് ക്ലിയറൻസ് ആയും പഠിക്കേണ്ട ഏരിയയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സാറ് വരുന്നത്. അപ്പൊ ഈ ഒരു വെബിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും വെബിനാർ ജോയിൻ ചെയ്യാനും താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. ഈ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെബിനാറിൽ ജോയിൻ ചെയ്യാം. ഡേറ്റ് ഒന്നുകൂടി പറയാം, ഡിസംബർ 12 വൈകിട്ട് 7 മണിക്കാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. നെയിം ഓഫ് ദ ബാങ്ക് വിച്ച് ആർ മെർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ അല്ലെ? ബാങ്കിന്റെ മെർജറുകൾ നമ്മൾ പഠിക്കണം.
അവിടെ സാധാരണ നമ്മൾ കഴിഞ്ഞൊരു PYQ നമ്മൾ പറഞ്ഞു, അവിടെ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ബാങ്കിങ് മേജർ അടക്കം നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബാങ്കുകളാണ് മേജർ ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. നോക്കിയേ, ഓറിയന്റഡ് ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക്, സിൻഡിക്കേറ്റ് ആൻഡ് അലഹബാദ്, വിജയ ആൻഡ് ഡെന ബാങ്ക്. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഏതാണ്, അതെ, വിജയ ആൻഡ് ധന ബാങ്ക് ആണ് അവിടെ ബാങ്ക് ഓഫ് ബറോഡയുമായി അവിടെ എന്ത് ചെയ്ത് മെർജർ ചെയ്തിരിക്കുന്നത്. അടുത്ത അവസാനത്തെ ചോദ്യം, നെയിം ദി ലോക്കൽ ഏരിയ ബാങ്ക് LAB, ദി ലൈസൻസ് ഓഫ് വിച്ച് വാസ് ക്യാൻസൽഡ് ബൈ RBI 2020. ഏത് തരത്തിലുള്ള ലോക്കൽ ഏരിയ ബാങ്കിനാണ് ലൈസൻസ് ആണ് 2020 അവിടെ RBI ക്യാൻസൽ ചെയ്തതാണ് ചോദിക്കുന്നത്. നോക്കിയേ, ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക്, സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്, കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക്, കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് GK-യുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ട് നടക്കുന്ന അല്ലെ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതാണ്. ഇവിടെ ഏതാണ്, യെസ്, ഇവിടെ B ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ് ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇനി ഡൗട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, KS കാർഡ് ബാങ്കിന് അസിസ്റ്റന്റ്, ഖാദി ബോർഡ് JCAക്ക് വേണ്ടി നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ നമ്മൾ താഴെ അതിന്റെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ PDF മെറ്റീരിയൽ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് 1 PYQ എന്ന രീതിയിൽ ഒരുപാട് ഷോർട്സും ഇത്തരത്തില് ഇൻസ്റ്റഗ്രാമിന് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം അതായത് കുറച്ചധികം PYQ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.